കാട്ടിലെ തണുപ്പാണെങ്കിൽ കൂടി വരുമായിരുന്നു. മൈനയാണെങ്കിൽ എല്ലാ പക്ഷികളെയും പതുക്കെ പതുക്കെ അവളുടെ കയ്യിലാക്കിക്കൊണ്ടിരുന്നു. എന്നും അവൾ ഓരോരുത്തരുടെയും വീട്ടിൽ പോയിട്ട് സംസാരം തുടങ്ങി. അപ്പുറത്താണെങ്കിൽ കറുത്ത കാക്കയാണെങ്കിൽ എന്ത് ചെയ്തു, ഓരോ വീട്ടിലെ ഭക്ഷണങ്ങളും മോഷ്ടിച്ചുകൊണ്ടിരുന്നു. ഒരു ദിവസം ലൂസി വീട്ടിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവൾക്ക് ഒട്ടും വയ്യായിരുന്നു അന്ന്. കറുത്ത കാക്കയാണെ പതുക്കെ അവളുടെ വീട്ടിലോട്ട് കയറി. ഭക്ഷണം മോഷ്ടിക്കാൻ അവൻ പതുക്കെ തുടങ്ങി. മോഷ്ടിക്കുന്നതിന്റെ ഇടയ്ക്ക് അവന്റെ കയ്യിൽ നിന്നും പാത്രം അങ്ങ് താഴെ പോയി. ലൂസി പെട്ടെന്ന് എണീറ്റു. ലൂസി നോക്കിയപ്പോൾ അവന്റെ കയ്യിലൊരു ബാഗ്, അതിലാണെങ്കിൽ നിറയെ ഭക്ഷണവും ഉണ്ടായിരുന്നു. നീ ഇവിടെ എന്ത് ചെയ്യുവാ? നീയും നിന്റെ ഭാര്യയും കൂടെ ഈ വൃത്തിയിട്ട പണി നിർത്താറായിട്ടില്ലേ? എന്തിനാ അവള് പിന്നെ ഞങ്ങളോടൊക്കെ ക്ഷമ ചോദിച്ചത്? ഓ, അവള് ഇവിടെ വന്ന് ക്ഷമയൊക്കെ ചോദിക്കും, നീ അതിന്റെ പുറകിൽ വന്ന് ഭക്ഷണം മോഷ്ടിച്ചോണ്ട് പോവും. സൗജന്യമായിട്ട് നിങ്ങൾക്ക് തിന്നണം. അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ ഭക്ഷണം താഴെ പോയപ്പോൾ ഞാൻ എടുത്തന്നേ ഉള്ളൂ. ഇന്നാ ഈ ഭക്ഷണം എടുത്തോളൂ. എന്നോട് ക്ഷമിക്കൂ, തെറ്റു പറ്റിപ്പോയി. ലൂസി ഈ കാര്യം എല്ലാ പക്ഷികളോടും പോയി പറഞ്ഞു. അതുപോലെ ഓരോരോ പക്ഷികളും ആ മൈനേനെ പുറത്താക്കി ഓരോ വീട്ടിൽ നിന്നും. അവരോടാണെങ്കിൽ ആരും ക്ഷമിക്കാൻ തയ്യാറായിരുന്നില്ല. ആർക്കും അവരോട് സംസാരിക്കാൻ പോലും താല്പര്യമില്ലായിരുന്നു.